ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. ടി.എൻ. പ്രതാപൻ രചിച്ച 7ാമത് പുസ്തകം കടലിനൊരു പ്രണയലേഖനം പ്രകാശനം ചെയ്തു. തളിക്കുളം സ്നേഹതീരത്ത് നടന്ന ചടങ്ങിൽ സിനിമാ സംവിധായകൻ സത്യൻ അന്തിക്കാട്, ചലച്ചിത്ര താരം രമേശ് പിഷാരടിക്ക് നൽകിക്കൊണ്ടാണ് പുസ്തകം പ്രകാശനം നിർവഹിച്ചത്. പ്രതാപന്റെ ഉള്ളിലുള്ള ഒരു അക്ഷര സ്നേഹിയെ ഞാൻ അധികം മനസ്സിലാക്കിയിരുന്നില്ല. കാരണം നമുക്കറിയാം, വായന എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ അകറ്റുന്ന ഒരു സംഭവമാണ്. പുസ്തകങ്ങളും അതിനോടുള്ള സ്നേഹവും അതിൻ്റെ ഒരു അപ്പോൾ പുസ്തകം വായിക്കുന്ന ആൾക്കാരെ, പുസ്തകം എഴുതുന്ന ആൾക്കാരെ എനിക്ക് എന്നും ആരാധനയാണ്, സ്നേഹമാണ്. അപ്പം പ്രതാപൻ്റെ ഈയൊരു ടാലൻറ്റ് അല്ലെങ്കിൽ ഈയൊരു മനസ്സ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്ന ഒന്നാണ്. പ്രതാപനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് പ്രതാപൻ്റെ സിംപ്ലിസിറ്റിയാണ്, ലാളിത്യമാണ്. ഒരു ജനപ്രതിനിധിക്ക് വേണ്ടത്, ഇവിടെ രാഷ്ട്രീയമല്ല പറയുന്നത്, ഞാൻ രാഷ്ട്രീയക്കാരനല്ല എന്ന് പ്രതാപൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുള്ള ആൾക്കാർ എൻ്റെ സുഹൃത്തുക്കളാണ്. ഈ വേദിയിലിരിക്കുന്ന ആളുകളും അനിൽ അക്കരയും സുനിലും ജോസ് വല്ലൂരൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അതേപോലെ തന്നെ മറ്റ് പാർട്ടികളിലെ ആൾക്കാരുണ്ട്, സുരേഷ് ഗോപി അടക്കമുള്ള ആൾക്കാരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സിലൊരു രാഷ്ട്രീയം ഉണ്ടാവാറുണ്ട്. അത് ഇന്ന ചേരി വെച്ചിട്ടല്ലല്ലോ. ഇപ്പോൾ സന്ദേശം എന്നുള്ള സിനിമ റിലീസ് ചെയ്തിട്ട് 34 കൊല്ലമായെങ്കിലും ഇന്നും സന്ദേശം ഒരു പ്രസക്തമായി നിൽക്കുന്നത് അതിൽ നിഷ്പക്ഷമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അതിനകത്തുള്ളതുകൊണ്ടാണ്. ഇപ്പോഴൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന് പറഞ്ഞിട്ട് പാർട്ടികൾ അതിന് കാരണം കണ്ടെത്തുന്ന ഒരു സിനിമയാണല്ലോ സന്ദേശം. ഇരു ചേരികളും 2 വ്യത്യസ്ത ഇതിലാണെങ്കിലെങ്കിൽ അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നെന്ന് ഇപ്പോഴും ആളുകൾ പറയാറുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിലും പറയും, പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം പറയരുതെന്ന് പറയും. ഇതൊക്കെ നമ്മൾ പൊളിറ്റിക്സിനെ പുറമെ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ്. അങ്ങനെ പുറമെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആളുകളിൽ നല്ല ആളുകളെ നമ്മൾ മാർക്ക് ചെയ്യാറുണ്ട്. അതിലൊരാളാണ് പ്രതാപൻ. പ്രതാപൻ ഏത് സമയത്ത് എവിടെ വന്നാലും നമ്മൾ പ്രതാപൻ്റെ ഒരു അസ്തിത്വം വിട്ടുള്ളൊരു കളിക്ക് പ്രതാപൻ നിൽക്കാറില്ല. ഒരു വിവാദങ്ങളിലേക്കും പുള്ളി പോകാറില്ല. എന്നാൽ എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും പുള്ളി പങ്കെടുക്കാറുണ്ട്. മാതൃഭൂമി ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ലാളിത്യമാണ് ടി.എൻ. പ്രതാപന്റെ മുഖമുദ്രയെന്ന് പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് സത്യൻ അന്തിക്കാട് പറഞ്ഞു. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് പുസ്തകം വായിക്കുന്നവരും സ്നേഹിക്കുന്നവരെയുമാണ്. വായന എന്ന് പറയുന്നത് മനസ്സിലെ മാലിന്യങ്ങൾ അകറ്റുന്ന ഒന്നാണ്. തൻ്റെ പിൻബലവും വായനയായിരുന്നു. പ്രതാപന്റെ മനസ്സ് അത്തരത്തിലുള്ള ഒന്നാണ്. എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും ഇടപെടുന്നയാളാണ് പ്രതാപൻ. അസ്തിത്വം വിട്ടുള്ള കളിക്ക് പ്രതാപൻ നിൽക്കാറില്ലെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു. 34 വർഷമായി സന്ദേശം എന്ന സിനിമ ഇന്നും പ്രസക്തമാണ്. കാരണം നിഷ്പക്ഷമായ കാഴ്ചപ്പാട് അതിലുള്ളതുകൊണ്ടാണെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു. ഇത്രയും തിരക്കുകൾക്കിടയിൽ 7ഓളം പുസ്തകങ്ങൾ ടി.എൻ. പ്രതാപൻ എഴുതി എന്നത് വലിയ കാര്യമായി കാണുന്നുവെന്ന് പുസ്തകം ഏറ്റുവാങ്ങിക്കൊണ്ട് രമേശ് പിഷാരടി പറഞ്ഞു. ഇവിടെ പ്രതാപേട്ടൻ്റെ ഈ പുസ്തക പ്രകാശനം എന്ന് പറയുന്ന 7 പുസ്തകങ്ങളാണ് അദ്ദേഹം ഇറക്കിയത് എന്ന് പറഞ്ഞു. ഈ രൂപയുടെ മൂല്യം കുറയുന്നത് പോലെ 24 മണിക്കൂറിന് പഴയ ദൈർഘ്യമില്ലെന്ന് തോന്നുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 24 മണിക്കൂർ നമ്മൾ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് പോകുന്നു. വെറുതെ ഇരിക്കാൻ ആർക്കും സമയമില്ലാത്ത രീതിയിൽ സമയം കുതിച്ച് പായുമ്പോൾ ഇത്രയും തിരക്കുകൾക്കിടയിൽ അദ്ദേഹം 7ഓളം പുസ്തകങ്ങളുടെ രചന നടത്തി എന്ന് പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതിന് അദ്ദേഹം സമയം കണ്ടെത്തിയതിന് ഞാൻ അദ്ദേഹത്തെ ആദ്യം അഭിനന്ദിക്കുന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. ലാളിത്യമാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര എന്ന് സത്യൻ അന്തിക്കാട് സർ പറഞ്ഞു. ശരിക്കും അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ പൊതുജീവിതത്തിലെല്ലാം ഒരു സത്യൻ അന്തിക്കാട് ചിത്രം പോലെയും പാർലമെൻറ്റിലെത്തിയാൽ ഷാരിസിൻ്റെ ചിത്രം പോലെയുമാണ് പ്രതാപേട്ടൻ മാറിക്കൊണ്ടിരിക്കുന്നത്. 2 രീതിയിലും അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെറുപ്പത്തിൽ ഒട്ടിയ വയറ്, ഷർട്ടില്ലാത്ത രൂപത്തിൽ ഇവിടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രതാപേട്ടൻ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു പശ്ചാത്തല സംഗീതം വന്നു. അത് സത്യേട്ടൻ്റെ പടത്തിൽ നിന്നാണ്. കരകാണ കടലമേലെ മോഹപ്പൂം കുരുവി പറഞ്ഞേ എന്നുള്ള പാട്ടിൻ്റെ മനസ്സിലൂടെ കടന്നു വന്നു. അങ്ങനെ ഈ തിരകളെ നോക്കി തിരകളെയും കടലിനെയും പ്രണയിച്ചാണ് അദ്ദേഹം ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. തിര ഒരു നാനാർത്ഥമുള്ള വാക്കാണ്. തിര എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ മേഖലയായിട്ടുള്ള സ്ക്രീൻ എന്നർത്ഥം. തിര, വെള്ളിത്തിര അല്ലെങ്കിൽ തിരക്കഥ എന്ന് നമ്മൾ പറയും.
അങ്ങനെ തിരക്കഥകൾ ഒരുപാട് എഴുതിയിട്ടുള്ള, നല്ല തിരക്കഥകളെ ചലച്ചിത്രങ്ങളാക്കിയിട്ടുള്ള സത്യൻ സാർ, 2 പടങ്ങൾ എഴുതിയിട്ടുള്ള ഞാൻ, അതിൽ കൂടുതൽ എഴുതിയിട്ടുള്ള ഷാരിസ്, അങ്ങനെ തിരക്കഥകൾ എഴുതുന്നവരുടെ സാന്നിധ്യത്തിൽ ഒപ്പത്തിൽ നിന്നുകൊണ്ട് തിരകളെക്കുറിച്ച് എഴുതിയ പ്രിയപ്പെട്ട പ്രതാപേട്ടൻ്റെ പുസ്തക പ്രകാശനത്തിന് എന്നെ കൂടി ക്ഷണിച്ചതിന് ഞാൻ അദ്ദേഹത്തോട് വലിയ നന്ദി പറയുന്നു. കാരണം ഒന്ന്, സത്യം പറഞ്ഞാൽ ഈ ഒരു സദസ്സ് ഇത്തിരി അത്ഭുതപ്പെടുത്തുന്നതാണ്. പുസ്തക പ്രകാശനം എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ പഴയ പോലെ ആളെ കിട്ടുന്ന പരിപാടിയല്ല. അത് നമ്മൾ പലയിടത്തും പോകാറുണ്ട്. ചെറിയൊരു ഹോട്ടലിലെ കോൺഫറൻസ് ഹാളിൽ വളരെ വേണ്ടപ്പെട്ട ചില കുഞ്ഞിൻ്റെ കാതുകൂത്തൊക്കെ നടത്തുന്ന പോലെ വളരെ വേണ്ടപ്പെട്ടവരെ മാത്രം വിളിച്ചിട്ട് നടത്തുന്ന പരിപാടിയാണ് പുസ്തക പ്രകാശനം എന്ന് പറയുന്നത്. പലപ്പോഴും ഇത്ര ജനകീയമായി ഇത് നടത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പ്രതാപേട്ടൻ അത് എളുപ്പമായിരിക്കും, എന്നാലും അതൊരു വലിയ കാര്യമാണ്. യോഗത്തിൽ TN പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. കടലെന്ന് പറയുന്നത് ഒരുപക്ഷെ ഇവിടെ ഈ ശബ്ദം കേൾക്കുന്നവർക്ക് എല്ലാവർക്കും കടലൊരു പ്രിയപ്പെട്ടത് തന്നെയാകും. ഒരുപക്ഷെ നിങ്ങളെക്കാളേറെ പ്രിയം പെറ്റമ്മയെ കഴിഞ്ഞാൽ ഒരുപക്ഷെ പോറ്റമ്മയായി കടലിനെ കാണുന്നതോടൊപ്പം തന്നെ കടലിനെ എത്ര സ്നേഹിച്ചാലും എത്ര അടുത്തറിഞ്ഞാലും മതിയാകാത്ത രീതിയിലുള്ളൊരു കടലുമായുള്ളൊരു ഹൃദയം സ്ഥാപിച്ച ഒരു സാധാരണക്കാരെന്ന നിലയിലാണ് ഞാൻ ഈ കടലിനെ നോക്കിയിരുന്ന് പലപ്പോഴും കരയുകയും ചിരിക്കുകയും സങ്കടപ്പെടുകയും ആവലാതി പറയുകയും കടലിനോട് ഒരുപക്ഷെ ഒരു ഭ്രാന്തനെ പോലെ വർത്തമാനം പറയുകയും ചെയ്തിട്ടുള്ളൊരു സാധാരണക്കാരനാണ്. ചിലർ അകലെ മാറി നിന്ന് കടലിനോട് വർത്തമാനം പറയുന്ന എന്നെ കണ്ടിട്ട് എനിക്ക് എന്തോ മാനസിക സമനില തെറ്റിയിട്ടുണ്ട്, എൻ്റെ ഭാര്യയെ ഒഴിച്ച് എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തോ മാനസിക സമനില തെറ്റിയിട്ടുണ്ട് എന്ന്. കാരണം ഞാൻ അത്രമാത്രം കടലിനോട് ഹൃദയം കൊണ്ടും മാത്രമല്ല അല്ലാതെയും സംവദിക്കാൻ ഉള്ള ശ്രമം നടന്നിട്ടുണ്ട്. ആ ശ്രമങ്ങളിൽ നിന്നുമൊക്കെ എൻ്റെ ആത്മാവിനകത്ത് തോന്നിയ ചില തോന്നലുകൾ പലപ്പോഴായി പാതിരാത്രിയിൽ ഈ കടപ്പുറത്ത് വന്നിരുന്നും ഈ ലൈബ്രറിയുടെ ഉള്ളിൽ വന്നിരുന്നും വീട്ടിലിരുന്നും യാത്രകളിൽ തീവണ്ടിയിലും അതോടൊപ്പം ഡൽഹിയിൽ 5 വർഷം പോകാൻ അവസരമുണ്ടായപ്പോൾ വിമാനത്തിലുമൊക്കെ ഇരുന്ന് കുത്തിക്കുറിച്ചതാണ് ഇപ്പോൾ ഈ 7ാമത്തെ പുസ്തകമായി ഇവിടെ ഇന്ന് പ്രിയങ്കരനായ ശ്രീ സത്യൻ അന്തിക്കാട്, ഏറ്റവും പ്രിയമുള്ള ശ്രീ രമേശ് പിഷാരടിക്ക് നൽകി ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. സംവിധായകൻ ഷാരിസ് മുഹമ്മദ് മുഖ്യാതിഥിയായി. അനിലക്കര, TV ചന്ദ്രമോഹൻ, ജോസ് വള്ളൂർ, CC ശ്രീകുമാർ, സുനിൽ ലാലൂർ, CM നൌഷാദ്, NS അബ്ദുൾ ഹമീദ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ P വിനു, ഷീബ അജയകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ആഘോഷങ്ങൾക്കിനി രാജകീയ വേദി സമ്മാനിക്കാൻ SK പാലസ്, ദ ലക്ഷൂറിയസ് കൺവെൻഷൻ സെന്റർ വെൽക്കംസ് യു. ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ. അതിമനോഹരമായ AC, non-AC ബാങ്കറ്റ് ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു. അതിഥികൾക്ക് സ്നേഹവിരുന്നൊരുക്കാൻ 16,000 സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ. കൂടാതെ വൈഡ് സ്റ്റേജസ്, സ്പേഷ്യസ് കിച്ചൺ, ബ്യൂട്ടിഫുൾ ലൗഞ്ച്, ലിഫ്റ്റ് ഫെസിലിറ്റി, കിഡ്സ് പ്ലേ സോൺ, ആംബിൾ കാർ പാർക്കിംഗ്, മോർ ആൻഡ് മോർ. ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെഡിംഗ്, റിസപ്ഷൻസ്, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, ഓൾ ഗെറ്റ് ടുഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണപ്പൊലിമയേകാൻ SK പാലസ് ഒപ്പമുണ്ട്. വരൂ, ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം. SK പാലസ് കൺവെൻഷൻ സെന്റർ, എടത്തിരുത്തി സൗത്ത്, തൃശൂർ. www.skpalace.in. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക.